നടത്തുന്നതിനോട് യോജിപ്പില്ലെന്ന് നദ്ദ. വിവാദമായത് ചീഫ് ജസ്റ്റിസ് മതയുദ്ധങ്ങൾ വിളിച്ചു വരുത്തുന്നുവെന്ന നിഷികാന്ത് ദുബെയുടെ പ്രസ്താവന. വിശദമായ വാർത്തകളിലേക്കാണ്. ഷൈൻ ടോം ചാക്കോക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ സിനിമാ സെറ്റുകളിൽ ലഹരി പരിശോധിക്കാൻ ലഹരി പരിശോധന ശക്തമാക്കാൻ പോലീസ്. വിവാദത്തിന് പിന്നാലെ ഫിലിം ചേംബർ കൊച്ചിയിൽ നാളെ യോഗം ചേരും. നടനെ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്താൻ സിനിമാ സംഘടനകളോട് ശുപാർശ ചെയ്തേക്കും. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, ഈ സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗം വ്യാപകമാണ്, താൻ മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്നത് എന്നുള്ള മൊഴിക്ക് പിന്നാലെയാണ് ഇപ്പോൾ സിനിമാ സെറ്റുകളിൽ ലഹരി പരിശോധന ശക്തമാക്കാൻ പോലീസ് ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു വിവാദത്തിന് പിന്നാലെ തന്നെ ഫിലിം ചേംബർ കൊച്ചിയിൽ നാളെ യോഗം ചേരും. വിവരങ്ങൾ എങ്ങനെയാണ്? നിലവിൽ വൃന്ദ, ഫിലിം ചേംബർ നാളെ കൊച്ചിയിൽ യോഗം ചേരുന്നുണ്ട്. വിൻസി അലോഷ്യസിന്റെ പരാതിയെ തുടർന്ന് തന്നെയാണ് ഈ യോഗം ചേരലുണ്ടാകുന്നത്. ഇതിൽ ഒരു പക്ഷേ സിനിമാ മേഖലയിൽ നിന്ന് ഒരു വിലക്കോ അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു സസ്പെൻഷൻ എന്നീ രീതികളിലേക്കെല്ലാം കടക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങളും നാളെയുണ്ട്. അതോടൊപ്പം തന്നെ ജാമ്യത്തിലിറങ്ങിയ ഷൈനെ നാളെയും പോലീസ് ചോദ്യം ചെയ്യും. നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വൈദ്യ പരിശോധന ഇന്നലെയോടെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ശരീരത്ത് ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറാണ് ലഹരിയുടെ ഉപയോഗം എത്രമാത്രം ആ ശരീരത്തിലുണ്ട് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു കാര്യത്തിൽ വ്യക്തത വരുന്നത്. അതോടൊപ്പം തന്നെ 24 മണിക്കൂറിന് ശേഷം ഒരുപക്ഷെ ഷൈൻ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമായെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ദേഹത്തിൽ നിന്നും തലമുടിയിൽ നിന്നും ലഹരിയുടെ ഒരു ഉപയോഗം കണ്ടെത്താൻ കഴിയും. ഈ വൈദ്യ പരിശോധനയുടെ ലഹരി ഉപയോഗിച്ചതിന്റെ വൈദ്യ പരിശോധനയുടെ ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി തുടർ നടപടികളിലേക്ക് കടക്കുക. അതോടൊപ്പം തന്നെ ഈ ഷൈൻ ഹൈക്കോടതി അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ ഒരു ചില കാര്യങ്ങൾ പരക്കുന്നുണ്ട്. അതിൽ എത്രമാത്രം വാസ്തവമുണ്ട് എന്നൊരു കാര്യത്തിൽ കൂടെ അന്വേഷിക്കേണ്ടതുണ്ട്. അഭിഭാഷകരെ സമീപിക്കാനും സാധ്യതകളുണ്ട്. ജാമ്യത്തിൽ ഇറങ്ങിയതിനെ തുടർന്ന് ഈ ലഹരി കേസ് 2015 മുതൽ ഏകദേശം 10 വർഷമായി ഷൈൻ പല രീതിയിൽ ലഹരി കേസുകളിൽ ഈ നേരിടുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ തന്നെ വീണ്ടും ഒരു നടിയുടെ ഒരു പരാതി കൂടി ഇപ്പോൾ ഷൈനെതിരെ വളരെ ശക്തമായ രീതിയിൽ പോകുന്നുണ്ട്. ഇനി കോടതിയെ സമീപിക്കുമോ അല്ലെങ്കിൽ സമീപിച്ചേക്കുമോ എന്ന കാര്യത്തിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും നാളെ സിനിമാ ചേംബർ, ഫിലിം ചേംബറും അതോടൊപ്പം തന്നെ പോലീസും നാളെ ഷൈനെ ഒന്നും കൂടെ പരിശോധിക്കും. കേസിൽ കൂടുതൽ കാര്യങ്ങൾ കിട്ടുന്നത് വരെ വീണ്ടും ഷൈനിലെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച കേസ് മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെയും ഫിലിം ചേംബറിന്റെയും തീരുമാനം. വൃന്ദ, ദുർബലമായ വകുപ്പുകൾ ചേർത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ വൈദ്യ പരിശോധനയുടെ ഫലം വന്നു കഴിഞ്ഞാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ലല്ലോ. തീർച്ചയായും ഇപ്പം നിലവിലിപ്പോൾ ദുർബല വകുപ്പുകൾ ചുമത്തിയാണ് കേസ് പോലും ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ ഈ നടിയുടെ പരാതിയിൽ ഫിലിം ചേംബറിന്റെ സമീപത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് അല്ലെങ്കിൽ കൂടുതൽ നിർണായകമായ മൊഴികൾ മറ്റു പല ഈ സിനിമാ സെറ്റിൽ അല്ലെങ്കിൽ ഈ സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമാ സെറ്റിൽ ബാക്കി മറ്റു പലരാരെയും നേരിട്ടിട്ടുണ്ട് എന്ന കാര്യങ്ങളിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അവരെയെല്ലാം കൂടുതൽ ഈ സിനിമാ സെറ്റിലുള്ളവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു അന്വേഷണം ചിലപ്പം ആരംഭിച്ചേക്കാം. നിലവിലൊരു ദുർബല വകുപ്പ് എന്ന രീതിയിൽ തന്നെയാണ് ഷൈൻ്റെ പേരിൽ നിലവിലുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പല രീതികളും അല്ലെങ്കിൽ ഈ വൈദ്യ പരിശോധനയുടെ ഫലം വന്നതിനെ തുടർന്ന് മാത്രമായിരിക്കും ഇനി മറ്റു രീതിയിൽ എന്തൊക്കെ രീതിയിലുള്ള കേസുകളാണ് ഈ ഷൈനെതിരെ വരാൻ പോകുന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. വൃന്ദ, ഷൈൻ ടോം ചാക്കോക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ സിനിമാ സെറ്റുകളിൽ ലഹരി പരിശോധന ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. അതോടൊപ്പം തന്നെ വിവാദത്തിന് പിന്നാലെ ഫിലിം ചേംബർ കൊച്ചിയിൽ നാളെ യോഗം ചേരും. നടനെ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്താൻ സിനിമാ സംഘടനകളോട് ശുപാർശ ചെയ്തേക്കും. ഒപ്പം തന്നെ ചോദ്യം ചെയ്യലും നാളെയും തുടരും. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രേണുക രാജേന്ദ്രൻ. കോഴിക്കോട് ഷഹബാസ് കൊലപാതകം കുറ്റപത്രം ഉടൻ സമർപ്പിക്കാൻ അന്വേഷണ സംഘം. കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെയാണ് കുറ്റപത്രം സമർപ്പിക്കുക. മുതിർന്നവരെ ഉൾപ്പെടെ കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള സാധ്യത തള്ളി അന്വേഷണ സംഘം. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, ഷഹബാസ് കൊലപാതക കുറ്റപത്രം ഉടൻ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. എപ്പോഴാണ് ഈ ഒരു കുറ്റപത്രം സമർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ? തീർച്ചയായും വൃന്ദ, മെയ് മാസം അവസാനത്തോടു കൂടി കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ